ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്ഥിതി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിനെ അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിള് കരുണ കൃപയെന്നൊക്കെ പറയണത്. കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിന് കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാവർത്തൻ്റെ 7:7 എടുത്തേ, നിയമാവർത്തനം 7:7-8 എടുത്തേ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. കൈയടിച്ച് കിടന്നാൽ ശ്രദ്ധിക്കട്ടെ. ആരാധന. സന്തോഷത്തോടെ കൈയടിച്ച് പാടുക. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഈസ് ദ കോസ് ഓഫ് യുവർ നിങ്ങളെ സെലക്ട് ചെയ്തത്, സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ? എത്രയോ അകലെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവല്ലേ. നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കണത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മനുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക. അപ്പോഴും അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും ശ്രദ്ധിച്ചേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. ഇതാണ് ഞാൻ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. കർത്താവ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദി കാരണം. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഭജന ശുശ്രൂഷയൊന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വടിതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോകണമെന്ന്. അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 അവകാശത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമ്പറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പന്മാരും മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോകാനും തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിൻ്റെ അകത്ത് എൻക്രോച്ച് നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര് ഞാൻ ജോമാനം ചൊല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് പേര് കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റ് അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ജോമാനം ചൊല്ലിക്കൊണ്ട് എൻ്റെ മുടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജോമാനം ചൊല്ലിക്കൊണ്ടിരുന്ന്. എന്താണ് ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്. നമ്മൾ ജോമാനം ചൊല്ലിക്കൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ നമുക്ക് ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജോമാലയം പിടിച്ചുകൊണ്ട് പോകും.
അവൻ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു. നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:12. അതെ. മോശ കർത്താവിനോട് പറഞ്ഞു. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാനാ സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിഭജിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോസസിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു. ആരാണ് എൻ്റെ കൂടെ വരിക? ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക? ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോസസ് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോസസ് ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോകുക നീ പറയണ്ടേ? ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അതിനും ദൈവം മറുപടി പറയും. ആരെയും മാനുഷികമായ ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ, വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തേക്ക്, നിൻ്റെ വസ്തു തന്നെ കൈകാര്യ ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിന്നെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമിരുപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമിരുപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ക്ലേശകാലത്ത് കൂടാരമിരുപ്പാൻ എന്റെ പ്രിയൻ എന്നെ നടത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ളതും ബന്ധുക്കളെ, സ്വന്തപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് സങ്കടവും നിരാശയല്ല വരേണ്ടത്. പിന്നെ എന്താ വരേണ്ടത്? കർത്താവ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ അടയാളം മറ്റുള്ളവർ നമ്മളെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു വിഷയം കർത്താവ് ഏറ്റെടുത്താൽ, ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം വെച്ചാൽ ഒരാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി വേണം. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി. അവിടെ വരുന്ന സൗമ്യ കായംകുളം പറഞ്ഞൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ജോലിക്ക് ഒരാൾ പോയിരിക്കുക ഇൻ്റർവ്യൂവിന്. പക്ഷേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട്, ക്ലേശവും, ജോലിയും പോയി, വീടും കച്ചവടം നടക്കണില്ല, എന്തൊക്കെ തരത്തിൽ അവർ ഫ്ലാറ്റായി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ഓയിൽ ആൻഡ് കമ്പനി, ഗ്യാസ് കമ്പനി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അയാളെ ചോദിച്ചു, ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആളെ ചോദിച്ചു, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കേൾക്കണം. നമ്മൾ വചനത്തിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളവർക്ക് അതൊരു ആശയമല്ലേ എന്ന്. ആശയമല്ല, അനുഭവമായിട്ടാണ് ആശയമാകണത്. ദൈവത്തിൻ്റെ കാര്യം ആദ്യം അനുഭവമായിട്ടാണ് അത് ആശയമായിട്ട് വരണത്. മനുഷ്യൻ്റെ കാര്യം ആദ്യം തിയറി ഉണ്ടാകട്ടാണ് പ്രാക്ടിക്കൽ ഉണ്ടാകണത്. നേരെ തിരിച്ചാ. അപ്പോൾ എന്താണ് ഇയാൾ ചോദിച്ചത്, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ്? ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇയാളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാം, ഉടമ്പടി കാശിലും എടുത്തുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അതാണ് വിഷയം. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതിന് മറുപടി പറഞ്ഞില്ല. പുള്ളി മറുപടി പറയാതെ ഉടമ്പടി കാശിലും എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തിരുമ്മിക്കൊണ്ടിരിക്കും. എന്താണ്? കർത്താവേ, നീ മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാവുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ ഇയാളുടെ ഇത് വാങ്ങിക്കും. എന്താ വാങ്ങിക്കണേ? ഫയൽ വാങ്ങിക്കും. ഫയൽ വാങ്ങിച്ചിങ്ങനെ മറച്ചു നോക്കിച്ചും പറയും, നിങ്ങൾക്ക് ഖത്തറിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും തയ്യാറാണ്, എന്നാൽ പാസ്പോർട്ട് ഇങ്ങനെ നേക്കാൻ പറയും. ഈ മനുഷ്യൻ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വസ്തുക്കളിലൂടെ അങ്ങയുടെ സാന്നിധ്യം വസിക്കുന്നതിന് നന്ദി പറയുന്നു. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയരെന്നെ ഇരുത്തും. അല്പകാലം